സണ്ണി ജോസഫ് KPC അധ്യക്ഷ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഈ പറയുന്ന രീതിയിൽ സ്ത്രീകളുടെ അന്തസ്സും അഭിമാനവും കണക്കിലെടുത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അദ്ദേഹത്തിന് കോൺഗ്രസിലെ പ്രാഥമിക അംഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യുന്നു, പുറത്താക്കുന്നു. അതേസമയം MLA സ്ഥാനത്ത് നിന്നുള്ള അതൊരു രാജി ഉണ്ടാവുന്നില്ല. അതിന് കാരണമായി പറയുന്നത് കീഴ്വഴക്കമാണ്, പ്രീസിഡൻസ് ഇല്ല എന്നുള്ളതാണ്. നേരത്തെയൊക്കെ നമ്മൾ ഈ പോയ ദിവസം ചർച്ചകളിലൊക്കെ കേട്ട മുകേഷ് അല്ലെങ്കിൽ സമാനമായ അല്ലെങ്കിൽ ഈ പറയുന്ന ലൈംഗികാരോപണം നേരിടുന്നവർ മന്ത്രിസ്ഥാനത്തും MLA സ്ഥാനത്തൊക്കെ തുടരുന്ന കീഴ്വഴക്കം അതുണ്ട്. അതുതന്നെ ചൂണ്ടിക്കാട്ടി അത് തന്നെ ആയുധമാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള MLA സ്ഥാനത്ത് തുടരാനുള്ള KPC അധ്യക്ഷൻ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിരോധം. നേരത്തെ കെ മുരളീധരൻ അടക്കമുള്ളവർ പറഞ്ഞത് അങ്ങനെ ആയിരുന്നില്ല. ഈ പറയുന്ന രീതിയിൽ പല ഘട്ടങ്ങളായി നടപടി ഉണ്ടാകും. ആദ്യഘട്ട നടപടിയാണ് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയത്. രണ്ടാമത്തെ നടപടിയാണ് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കൽ. ഇനിയും പരാതികൾ ഉണ്ടാവുകയാണെങ്കിൽ, ഇനിയും ഇത്തരത്തിൽ ഗുരുതരമായ വെളിപ്പെടുത്തൽ ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത നടപടി എന്ന് തന്നെയാണ് കെ മുരളീധരൻ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിയിലോ പോലീസിലോ ഏതെങ്കിലും തരത്തിൽ പരാതി, റിട്ടേൺ കംപ്ലയിൻറ്റ് ഇതുവരെ ഇല്ല. ഏതെങ്കിലും തരത്തിൽ FIR ഏതെങ്കിലും തരത്തിൽ കേസോ നിലവിൽ ഇതുവരെ ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ പറഞ്ഞ MLA സ്ഥാനത്ത് പുറത്താക്കാൻ ആവശ്യപ്പെടാൻ കഴിയുക മറ്റു പാർട്ടികൾക്ക് എന്നടക്കമുള്ള കാര്യങ്ങൾ സാങ്കേതികമാണ്, ഉറപ്പായും ടെക്നിക്കലാണ്. ടെക്നിക്കൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ പറയുന്ന കീഴ്വഴക്കം, ഈ പറയുന്ന പ്രീസറൻസ്, അതൊക്കെ വെച്ചുകൊണ്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കും ഇവിടെ ഭരിക്കുന്ന പാർട്ടിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് രാജിവെക്കാൻ പറയാൻ യാതൊരുവിധമായ ധാർമ്മികാവകാശവും ഇല്ല എന്ന് തന്നെ KPC അധ്യക്ഷൻ പഴയ കീഴ്വഴക്കങ്ങൾ, പഴയ ന്യായീകരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് അത് ആയുധമായിക്കൊണ്ട് പറയുകയാണ്. അരുൺ പൂപ്പറമ്പ വാർത്തയുടെ ചേരുന്നു. അരുൺ, അധികം സംസാരിക്കാൻ തയ്യാറായില്ല KPC അധ്യക്ഷൻ. ഈ പറഞ്ഞ ഉമാ തോമസിനെതിരായ സൈബർ ആക്രമണത്തിലൊക്കെ ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്താണോ പാർട്ടി നടപടി, അത് വിശദീകരിച്ച് KPC അധ്യക്ഷൻ മടങ്ങി. പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് KPCC അധ്യക്ഷൻ മറുപടി പറഞ്ഞിട്ടില്ല. നേരത്തെ ഈ നടപടിയുമായി സംബന്ധിച്ച് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിട്ടുള്ള സസ്പെൻഷൻ നടപടി, ആ കാര്യങ്ങൾ, സാങ്കേതികമായ കാര്യങ്ങൾ വിശദീകരിച്ച് KPCC അധ്യക്ഷൻ ഈ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതിനപ്പുറത്തേക്ക് നിരവധി ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. അതിനൊന്നും മറുപടി പറഞ്ഞില്ല. പ്രത്യേകിച്ച് ഈ തെളിവുകൾ, ഇതൊരു പരാതി എന്ന രൂപത്തിൽ ഒരു ഫോമിൽ വന്ന് അതിനപ്പുറത്തേക്ക് കുറേയധികം തെളിവുകൾ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആരോപണങ്ങൾ പരസ്യമായി ഈ പരാതിക്കാർ ഉന്നയിച്ച കാര്യങ്ങളുണ്ട്. പക്ഷേ അത് പരിഗണിച്ച് ഈ ഒരു ധാർമ്മികമായി MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കുമോ എന്ന ചോദ്യമുണ്ടായിരുന്നു. അതോടൊപ്പം ഈ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട കോൺഗ്രസിനകത്ത് തന്നെയുള്ള വനിതാ നേതാക്കൾക്കെതിരെ വലിയ സൈബർ അറ്റാക്ക്, വലിയ സമൂഹ മാധ്യമങ്ങളിലുള്ള അധിക്ഷേപങ്ങൾ തുടരുകയാണ്. അതിൽ നടപടി ഉണ്ടാകുമോ, അതിലെന്താണ് KPCCയുടെ നിലപാട് എന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ ഈ എന്തുകൊണ്ടാണ് ഈ രാജി എന്ന തീരുമാനത്തിലേക്ക് എത്താതിരുന്നത്? കോൺഗ്രസിനകത്ത് തന്നെ മുതിർന്ന ചില നേതാക്കൾ ഈ രാജി ആവശ്യം ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. പിന്നീട് എങ്ങനെയാണ് ആ രാജി എന്ന തീരുമാനത്തിൽ നിന്നും സസ്പെൻഷൻ നടപടി മതി എന്നതിൽ എത്തിയത് എന്ന ചോദ്യമുണ്ടായിരുന്നു. അതിലൊന്നും കൃത്യമായൊരു വിശദീകരണം, ഒരു ഉത്തരം KPCC അധ്യക്ഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. ഹാഷ്മി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ നേരത്തെയുള്ള കീഴ്വഴക്കം അത് പറഞ്ഞുകൊണ്ട് ആ കാര്യങ്ങളെ പ്രതിരോധിക്കാനാണ് KPCC അധ്യക്ഷൻ ശ്രമിച്ചത്. അതായത് ഒരു പരാതിയും ലഭിച്ചിട്ടില്ല, രേഖാമൂലം എന്തെങ്കിലും ഒരു പരാതി പോലീസിനോ മറ്റേതെങ്കിലും ഫോമിലോ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് രാജിവെക്കേണ്ട, MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ല. നിലവിൽ ഇത്തരം ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചിട്ടുണ്ട്. അത് മാതൃകാപരമാണ്. അത്തരം നടപടികൾ മറ്റു പാർട്ടികളിൽ നിന്നുണ്ടാവാറില്ല. അത്തരം നടപടികൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പിന്നീട് MLA സ്ഥാനം രാജിവെക്കണമെങ്കിൽ അതിൽ പരാതികൾ ലഭിക്കണം. അത്തരം ഗുരുതരം ആരോപണമെന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട്. പക്ഷേ അത് പരാതികൾ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് നിലവിൽ ഈ പുറത്തു വന്നിട്ടുള്ള ഈ ഓഡിയോ സന്ദേശങ്ങൾ, തെളിവുകളുടെയൊക്കെ ആധികാരികതയൊക്കെ പരിശോധിക്കണമെന്ന നിലയിലായിരുന്നു KPCC അധ്യക്ഷന്റെ പ്രതികരണം ഉണ്ടായത്. അതുകൊണ്ട് പരാതി ലഭിക്കാത്ത പക്ഷം ഈ MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ല എന്ന നേരത്തെയുള്ള ഈ കീഴ്വഴക്കങ്ങൾ, ഇപ്പോൾ സൂചിപ്പിച്ച് പലതരത്തിൽ കീഴ്വഴക്കങ്ങളുണ്ട്. ആ കീഴ്വഴക്കങ്ങൾ വിശദീകരിച്ച് അതിലൂടെ ഒരു പ്രതിരോധം തീർക്കാനാണ് ശ്രമിച്ചത്. എന്തായാലും ഈ പറയുന്ന മുകേഷിന്റെ കാര്യം വന്നപ്പോൾ അതിനു മുമ്പുള്ള ഇത്തരം കേസുകൾ, ഇപ്പോൾ വിൻസെന്റിന്റെയും എൽദോസിന്റെയും കേസുകൾ ആ കീഴ്വഴക്കം ചൂണ്ടിക്കാണിക്കൊണ്ട് രാജിവെക്കേണ്ടതില്ലെന്ന് CPM പറഞ്ഞു. മാത്രമല്ല കോടതി പറയുമ്പോഴാണ് രാജിയെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞതും ഒക്കെ ഈ ദിവസങ്ങൾ ബൈറ്റായിട്ടൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. അരുൺ, ആ ന്യായം പറയാം, ആ കീഴ്വഴക്കത്തിന് ന്യായം പറഞ്ഞുകൊണ്ട് MLA സ്ഥാനം രാജി ഇല്ല എന്ന സാങ്കേതികതയിൽ പറയാമെങ്കിലും ഇപ്പോൾ KPCC അധ്യക്ഷൻ തന്നെ രൂക്ഷമായി പറയുന്നുണ്ട്, സ്ത്രീകളുടെ അഭിമാനത്തെയും സ്ത്രീകളുടെ ഈ പറയുന്ന ആത്മാഭിമാനത്തെയും സംരക്ഷിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പ്രാഥമിക അംഗത്തിൽ നിന്നും രാഹുലിനെ പുറത്തേക്ക് ഇറക്കുന്നത്.
അത് MLA സ്ഥാനത്തിന് ബാധകമല്ല എന്ന ചോദ്യം അപ്പോഴും നിൽക്കുന്നതോടെ ആഷ്മി, തീർച്ചയായും. അതായത് ഇത് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്, ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത് എന്ന കാര്യം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ ആരോപണങ്ങൾ അല്ലെങ്കിൽ ആ പരാതി ഉന്നയിച്ചിട്ടുള്ള യുവതികളല്ല, അത്തരത്തിലുള്ള സ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ അപമാനിക്കുന്ന നിലപാട് KPCCക്ക് ഇല്ല, അല്ലെങ്കിൽ കോൺഗ്രസിനില്ല എന്ന് പറയുന്നു. അപ്പോൾ അത്തരം പരാതികൾ ഗുരുതര സ്വഭാവമുള്ളതാണ്. പക്ഷേ അതിൽ രാജിയെന്ന് MLA സ്ഥാനം രാജിവെക്കണമെങ്കിൽ അത് കൃത്യമായ നിയമപരമായ പരാതികൾ ലഭിക്കണം. അത്തരം പരാതികൾ ലഭിച്ചാൽ മാത്രമേ അത്തരം രാജിയിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അത് നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കൾ അതിൽ പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി മുകേഷ് MLAയുടെ എതിരെ എടുത്തിട്ടുള്ള ഈ പീഡന കേസ് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കർണാടകയിലെ BJP നേതാവ് BS യെദ്യൂരപ്പയ്ക്കെതിരെ എടുത്തിട്ടുള്ള പോക്സോ കേസ് എടുത്തിട്ടും അത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ തന്നെ കോൺഗ്രസ് ആ പ്രതിരോധം തുടർന്നതാണ്. അതേ കാര്യങ്ങളാണ്, അത്തരം പ്രതിരോധങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ സസ്പെൻഷൻ നടപടിക്ക് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോഴും KPCC അധ്യക്ഷൻ അത് തുടർന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ആ പരാതി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇതിനു മുമ്പും അത്തരം നടപടികൾ അല്ലെങ്കിൽ ഈ MLA സ്ഥാനം രാജിവെക്കുന്ന കീഴ്വഴക്കം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവിടെയും അതിൻ്റെ ആവശ്യമില്ല എന്ന് വിശദീകരിക്കുക മാത്രമാണ് ചെയ്തത്. അതിനപ്പുറത്തേക്ക് നിരവധി ചോദ്യങ്ങൾ ഇതിൽ അവശേഷിക്കുന്നുണ്ട്. നിരവധി തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്, കൃത്യമായ ആരോപണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സംഘടനാപരമായ നടപടിക്കപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങളുടെ ജനപ്രതിനിധിയാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ്. അപ്പോൾ ജനങ്ങളോട് അതിൽ മറുപടി പറയേണ്ടതുണ്ട്, അതിൽ ജനങ്ങളോടൊരു ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ജനപ്രതിനിധി എന്ന നിലയിൽ കൂടി നടപടിയില്ല എന്ന ചോദ്യത്തിന് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഉയർന്നു വന്ന ഇത്തരം ആരോപണങ്ങളുടെ ആധികാരികതയാണ് പ്രശ്നമെങ്കിൽ ആ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പരിശോധിക്കും എന്ന ഒഴുക്കം മട്ടിലുള്ള മറുപടിയാണ് ലഭിച്ചത്. മറ്റ് നേതാക്കളും ആ കാര്യങ്ങൾ പരിശോധിക്കും, ഇതിന് കൂടുതൽ നടപടി ഉണ്ടാകുമെന്ന സൂചന നൽകിയിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഉണ്ടാകുമെന്ന കാര്യം ഇപ്പോൾ സംശയമാണ്. നേരത്തെ ആദ്യഘട്ടത്തിൽ ഈ MLA സ്ഥാനം കൂടി രാജിവെക്കണം എന്ന് കോൺഗ്രസിനകത്ത് തന്നെ ആവശ്യം ഉയർന്നിരുന്നു. ഇതിൽ രണ്ട് അഭിപ്രായമുണ്ടായിരുന്നു. ചില മുതിർന്ന നേതാക്കൾ തന്നെ രാജിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകണം, ഇല്ലെങ്കിൽ അത് രാഷ്ട്രീയമായി വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന കാര്യം പറഞ്ഞിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.